ആവശ്യപ്പെട്ടു. അപ്പൊ നിത്യ എന്ത് പറഞ്ഞു? അത് സാറേ, നീയല്ല, അമ്മയാണ് ഉത്തരം പറയേണ്ടത്. നിത്യ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. നിങ്ങള് ഇവന്റെ അമ്മയല്ലേ? നിത്യയോട് സംസാരിച്ചില്ലേ? ഇല്ല. നിന്നോടല്ലേ ചോദിച്ചേ? നിങ്ങള് നിത്യയോട് സംസാരിച്ചോ ഇല്ലയോ? ഇല്ല. വിലാസിനി അമ്മയും പാർവതിയായിട്ട് സംസാരിച്ചില്ലേ? ഇല്ല. എന്തുകൊണ്ടാ സംസാരിക്കാൻ ഞാൻ? ഇല്ല. അല്ല. അല്ലേ? ഇല്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സ്വന്തം മകന്റെ കല്യാണത്തെക്കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാരുമായിട്ടോ പെണ്ണുമായിട്ടോ ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ സംസാരിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനേ കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങൾ സംസാരിച്ച് കാണും. നിങ്ങളെന്നല്ല, ഏതൊരമ്മയും സംസാരിക്കും. സംസാരിച്ചു. സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണല്ലോ നിത്യ ഞങ്ങളെ വിട്ടുപോയത്. അതെ. വിട്ടുപോയതാണോ അതോ പറഞ്ഞയച്ചതാണോ? സാറെന്താ അങ്ങനെ ചോദിച്ചത്? നിത്യ മരിച്ച ദിവസം നീ എവിടായിരുന്നു? പുറത്തായിരുന്നു. അന്ന് നീ നിത്യയെ കണ്ടിരുന്നില്ലേ? എന്റെ പൊന്ന് സാറേ, ഇല്ല. അങ്ങനെയാണെങ്കിലേ നിത്യയുടെ ഫോണിൽ എന്റെ കോൾ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിച്ചെന്റെ രേഖകൾ കാണണ്ടേ? നിങ്ങൾക്ക് ഫോൺ പരിശോധിക്കാമല്ലോ. ഞാനും കൊല്ലാം അവളെ കൊന്ന്. പിന്നാരാ? സാറേ, അവൾക്ക് വേറൊരാളായിട്ട് അടുപ്പമുണ്ടായിരുന്നെന്നാ എനിക്ക് തോന്നുന്നു. അത് നീ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നല്ലേ? അല്ല സാറേ, അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്ക്. ഏത് വഴി അന്വേഷിക്കണമെന്നേ ഞങ്ങൾക്കറിയാം. നിന്നെ പലർക്കും സംശയമാണ്. നീയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. നീ അല്ല എന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണേ മുറയ്ക്ക് നടക്കും. നിന്നെ സംശയിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ നിന്നെ പൊക്കിയിരിക്കും. അങ്ങനൊന്നും വേണ്ടി വരില്ല സാറേ. ഞാനല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കെട്ടാനിരുന്ന പെണ്ണാ സാറേ നിത്യ. അങ്ങനൊരു പെണ്ണിനെ ഏതെങ്കിലും ഒരാണ്, അതും ഈ രീതിയിൽ. ഇല്ല സാറേ, എന്നെ വിട്ടേക്ക്. സാറ് വേറെ വഴിക്ക് അന്വേഷിക്കും, കിട്ടും. യഥാർത്ഥ പ്രതിയെ തന്നെ സാറിന് കിട്ടും. അന്ന് സാറിന് മനസ്സിലാവും വേറെ ആരും പറയുന്നതല്ല, ഞാൻ പറയുന്ന സത്യം. അതെ സാറേ, അതാ ശരി. ഞങ്ങൾക്കാർക്കും ശരത്തിനെ കുറിച്ച് ഒരു സംശയമില്ല സർ. മനഃപൂർവ്വം അവനെ കൊടുക്കാൻ വേണ്ടിയ ദേവികയും മനോഹരേട്ടനും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. നിത്യാന്ന് വെച്ച ജീവനായിരുന്നു ശരത്തിന്. തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു. ആദ്യകാലത്തെ ഈ ദേവിക എന്ന് പറയുന്നവളെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു നിത്യമോക്ക്. പിന്നെയാ ദേവിക പറയുന്നത് മുഴുവൻ അവളങ്ങ് കേൾക്കാനായിട്ട് തുടങ്ങിയത്. അതോടെ അവളുടെ നാശവും തുടങ്ങി. എന്ത് നല്ല കുട്ടിയായിരുന്നു എന്നറിയോ എന്റെ മോള്. അവസാനായപ്പോഴേക്കും അവള് ഞങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ആയി. അങ്ങനെയാ ശരത്തിന്റെ കാര്യത്തിലും അവൾക്ക് എതിരഭിപ്രായം ഉണ്ടായത്. അത് ശരി. അപ്പം ആ കുട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അല്ലേ? വരുത്തിയതല്ലേ. ഏത് നേരം നോക്കിയാലും അവന്റെ കുറ്റം പറയാനേ ദേവികയ്ക്ക് നേരമുള്ളൂ. പാവ എന്റെ മോള് ദേവിക പറയുന്നത് മുഴുവനും സത്യമാണെന്ന് വിചാരിച്ചു. ഉള്ളത് പറയാലോ സാറേ, ദേവിക ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ആ കല്യാണം മുടങ്ങില്ലായിരുന്നു. ഈ കുടുംബം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതാണ് സാറേ ദേവികയുടെ ലക്ഷ്യം. നിത്യമോക്ക് ദേവികയുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയില്ലായിരുന്നു. അത് വെറുതെ. നിത്യക്ക് ദേവിക ചേച്ചി ആരാണെന്ന് ശരിക്കും അറിയായിരുന്നു.
അതെങ്ങനെ നിനക്കറിയാം? നീ നിത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എനിക്കറിയാം.